ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതകം ദിവസമാണ് സംഭവിച്ചത്. ആ ഇരകളുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് മക്കളുടെ അടക്കം വലിയ ദുഃഖവും കരച്ചിലുമൊക്കെയാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ഒരു ദിവസം പിന്നിട്ടിട്ടും നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ പോലീസിന് കണ്ടെത്താനായില്ല എന്ന വളരെ ഗൗരവതരമായ ഒരു കാര്യം കൂടിയുണ്ട്. പാലക്കാട് നഗരത്തിൽ പ്രതിയുണ്ടെന്ന ചില സൂചനകൾ വന്നെങ്കിലും സ്ഥിരീകരിക്കാനായിട്ടില്ല. പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം ഒളിച്ചിരുന്ന അറക്കമല, പട്ടിമല എന്നിവിടങ്ങളിൽ 20 പേരടങ്ങുന്ന സംഘം 3 സംഘങ്ങളായി അത് പരിശോധന തുടരുകയാണ്. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകളുമുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘം പ്രദേശത്തെ കുളത്തിലും പുഴയിലും മറ്റും തെരച്ചിൽ നടത്തി. ആളെ കൊന്നു കാട് കയറുന്ന ചെന്താമര അടിമുടി സൈക്കോയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മനുഷ്യനെ വെട്ടിവീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് പതറാതെ കണ്ടു നിൽക്കുന്ന മനോനിലയാണ് ഈ പഴയ ലോറി ഡ്രൈവർക്ക്. ചുറ്റും താമസിക്കുന്നവരിൽ കൊല്ലേണ്ടവരുടെ പട്ടികയുമായാണ് ചെന്താമരയുടെ നടപ്പെന്നും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ ഭാര്യയെ അടക്കം വെട്ടിക്കൊല്ലും മറ്റല്ലേ ഞങ്ങൾ വീട് മാറിയിട്ടല്ലേ ഇരിക്കുന്നു. ഇതെന്തോ സ്വന്തം മകളുണ്ടല്ലോ, മകള് പറഞ്ഞത് ഈ വീട്ടിലേക്ക് വരുന്നില്ല, ഇവള് വെട്ടിക്കൊല്ലും മറ്റേ, ഇവൻ വെട്ടിക്കൊല്ലും മറ്റേ, വീട്ടിലേക്ക് വരില്ല. അങ്ങനെ വരാതിരുന്നപ്പോൾ ആശ്രീ രക്ഷപ്പെട്ടു. പെൺകുട്ടി ഇപ്പോൾ കുനിശ്ശേരിയിലെ താമസം, രക്ഷപ്പെട്ടു. അപ്പുറത്തെ വീട്ടുകാരനെ നീല പെയിൻ്റ് എടുത്തതിനെ കൊല്ലണ്ട, അതെന്തോ അപ്പം പള്ളിക്ക് പോയതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇത്. എപ്പോഴും കരിയെടുത്ത് കൊടുവാളം വെച്ച് നടക്കുകയാണ്. കൊടുവാളം കൊണ്ട് ഭാര്യയാണ് വെട്ടാൻ പോക്ക്. ശരിയെല്ലാം കിട്ടിയ ഭാര്യ സഹിച്ച് വഴിയില്ലാണ്ട് പോയി. മകള് പാട്ടോറത്തിൽ ഇപ്പോൾ പണി കെട്ടിയിട്ടുണ്ട്. മകള് ഇവിടെ ഇരിക്കുകയില്ല. എന്തിനെങ്കിലും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അടിയും തല്ലുപോയി. അത്രയും മോശത്തിലാണ് ഇവൻ്റെ ജീവിതം. മലയ്ക്ക് കയറാമല്ലോ, ഇതിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആരും അത് സംശയമില്ലല്ലോ. ഇപ്പോൾ വെട്ടിയെന്നുള്ള പിന്നെ അറിയുമ്പോഴേക്കും അവന് മല കയറി പോകാമല്ലോ, ഇല്ലെങ്കിൽ അതെങ്കിലും തോന്നിക്കാൻ അവർക്കും മാറിപ്പോകാമല്ലോ. അതോ ഭക്ഷണം കൊടുത്ത് ചത്തോന്നുള്ളത് ഒന്നും അറിയില്ല. പിന്നെ അവനൊരു അപ്പുറത്തെ നീല വീട്ടിലെ സ്ത്രീനെയും കൂടി കൊല്ലണമെന്ന് വരുന്നുണ്ട്. മറവിൽ നിന്നിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഏതായാലും ഒരു കേസാണ്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസാണ്. എന്നോട് പറഞ്ഞത് ഇന്നലെ 8:30. ബന്ധുക്കൾ വേറെ ഒരാളിനെ ഒന്നും ചെയ്യില്ല. ഈ തലയും താത്തി മുട്ടാണ് നടക്കും. വേറെ ഒരാളിനോട് എന്താണ് ചോദിക്കുക, ഒന്നും ചെയ്യില്ല. പലതവണ പോലീസിൽ പരാതി നൽകി, പക്ഷേ പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇരട്ടക്കൊലയ്ക്ക് കാരണമായതെന്ന ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. പോലീസിന് നേരെ ആരോപണം ഉയർന്നതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടി. സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം പോത്തുണ്ടിയിലെ വീട്ടിലെത്തിച്ചു. ഐഷത്തുൽ ഷംന നെന്മാറയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, നമ്മൾ കണ്ടത് കുടുംബത്തിന്റെ ദുഃഖമാണ്. അവർ ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒരു കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു കുടുംബം. നേരത്തെയും ഇത് സംബന്ധിച്ച് ചില ഭീഷണികൾ ഉണ്ടായിരുന്നു, ചില സൂചനകൾ ഉണ്ടായിരുന്നു. പോലീസിൽ കുടുംബം വിവരം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ദാരുണമായി ആ കൊലപാതകം നടത്തി കാട് കയറുകയാണ് ഈ പ്രതി. പോലീസ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷംന? ഇതുവരെയും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ക്രൂരകൃത്യം നടന്ന് ഒരു ദിവസം പിന്നിടുന്നു. ഇപ്പോഴും 2 പെൺമക്കൾ അനാഥമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ പാലക്കാട് നഗരത്തിലേക്ക് പ്രതി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ പ്രതിയെ കണ്ടവരുണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് പോലീസ് തന്നെ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളില്ല, പ്രതി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോഴും പോലീസ് പറയുന്നത് ഈ വനമേഖലയിൽ അല്ലെങ്കിൽ സമീപത്തെ മലയോര മേഖലയിൽ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. വളരെ ചെറിയൊരു പ്രദേശമാണ്, അങ്ങോട്ട് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധിക്കും. കാരണം വലിയ ദൂരം പോകാൻ പ്രതിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ചെറിയ പ്രദേശത്തേക്ക് പോയിട്ട് പോലും ഇപ്പോൾ പ്രതി പിടിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നത് വലിയ ചോദ്യമാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടിയാണ് സുധാകരനും അമ്മ ലക്ഷ്മിയും അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഇത് വെറും ഒരു സംശയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ അത്തരമൊരു സൈക്കോ സ്വഭാവത്തിന്റെ പേരിൽ, ഒരു സംശയത്തിന്റെ പേരിലാണ് ഈ അരുംകൊല, നാടിനെ നടുക്കുന്ന ഈ കൊലപാതകങ്ങൾ. ഒരു വീട്ടിലെ 3 പേരാണ് ഈ ചെന്താമര
കൊലപ്പെടുത്തിയത്. ഈ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു, നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം തകരാൻ കാരണം. അതായത് ഈ ചെന്താമരയുടെ ഭാര്യ നേരത്തെ പിണങ്ങിപ്പോയതാണ്, അതിന് കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു നീളമുള്ള സ്ത്രീയാണ് കുടുംബം തകരാൻ കാരണമെന്ന് ആണ് ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഈ സുധാകരൻ്റെ ഭാര്യ സജിതയെ ഈ പ്രതി അതിക്രൂരമായി 2019 കൊല ചെയ്യുന്നത്. വീടിനകത്ത് കയറി കത്തിക്കൊണ്ട് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. അതിനുശേഷം ഈ പ്രതി ജയിലിൽ പോകുന്നു. അന്നും ഇത്തരത്തിൽ മലമുകളിൽ കയറിയാണ് പ്രതി രക്ഷപ്പെട്ടത്. അന്ന് 5 ദിവസത്തിന് ശേഷമാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. അതിന്റെ കാരണം ഈ പ്രതിക്ക് കൃത്യമായി ഈ സ്ഥലം, ചുറ്റുപാട്, ഈ ഇവിടുത്തെ വനമേഖല, മലയോര മേഖല എല്ലാം കൃത്യമായി അറിയുന്ന പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് 5 ദിവസത്തിന് ശേഷമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങി, അല്ലെങ്കിൽ അതിൽ വിചാരണ നടക്കാനിരിക്കെയാണ് പ്രതിക്ക് ജാമ്യം കിട്ടുന്നത്. ഈ പ്രതി ജാമ്യത്തിലിറങ്ങിയ സമയം തൊട്ട് ഈ പ്രദേശവാസികൾ, ഈ മക്കൾ, സുധാകരന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്, ഒരിക്കലും ഈ പ്രതിയെ ഇങ്ങനെ വിടരുത്, തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരരുത്, കാരണം ഇയാൾ ഓരോരുത്തരെയായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചൂണ്ടിക്കാട്ടി കുടുംബവും ഈ നാട്ടുകാരും ഉൾപ്പെടെ പരാതി നൽകി. അതൊന്നും പോലീസ് വകവെച്ചില്ല. അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകിയ പ്രതിയെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നൊരു മറു ചോദ്യത്തിൽ അത് ഒതുക്കി. അതല്ലെങ്കിൽ ഈ വെറും താക്കീത് ചെയ്ത് മാത്രം വിട്ടു. അതല്ലാണ്ട് ഒരു കൊലക്കേസ് പ്രതി ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വീണ്ടും വധഭീഷണി മുഴക്കിയിട്ട് പോലും, നാട്ടുകാർ ഒരു നാടൊന്നാകെ ആ പ്രതിക്കെതിരെ പരാതി നൽകിയിട്ട് പോലും പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. ഒരുപക്ഷെ പോലീസ് ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ സുധാകരന്റെ കുടുംബത്തിന് ഒരു സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ഈ നാടിനെ നടക്കുന്ന അരുംകൊല, ഇരട്ട കൊലപാതകം ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ തന്നെ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സുധാകരന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല, സമ്മതിക്കില്ല എന്ന തരത്തിൽ. കാരണം പോലീസിനോട് പലതവണ പരാതിപ്പെട്ടിട്ടും കേൾക്കാത്ത പോലീസാണ്. പിന്നെ എന്തിന്, ഞങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയാണ് ഉള്ളത്? അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അധികൃതർ ഒരു നിലപാടെടുക്കും വരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കും വരെ ഒരിക്കലും ഈ മൃതദേഹം എടുക്കാൻ സമ്മതിക്കില്ലെന്ന് കാട്ടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ഒരു മൃതദേഹമാണ്, അതിനോട് അനാദരവ് കാട്ടേണ്ട എന്ന നിലപാടിലെത്തി ഒടുക്കും ആ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ്, ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. ഇവിടെയുള്ള ഒരു കാഴ്ച ആരുടെയും മനസ്സിനെ അത്രത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ അത്രയും പ്രയാസമുള്ള കാഴ്ചകളാണ്. കാരണം 2 പെൺമക്കൾ അനാഥരായിരിക്കുന്നു. അതും അമ്മ മരിച്ചപ്പോഴും ഈ കുട്ടികൾ നമ്മോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. അമ്മ മരിച്ചപ്പോൾ എല്ലാവരും വന്നു, എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിയിലെ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും എത്തി ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പു നൽകി. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും പിരിഞ്ഞുപോയി. പിന്നീട് ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരാവശ്യത്തിന് പോലും ആരും കൂടെ നിന്നിട്ടില്ല. ഒരു സഹായത്തിന് പോലും ഞങ്ങൾക്ക് ആരും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വേണോ, എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും ആശ്രയം വേണോ, ആരും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനെയുള്ള, അന്ന് ഏറ്റവും വലിയ ആശ്വാസം അച്ഛനുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛമ്മയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഈ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ഈ അച്ഛനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തനിച്ചാണ്. അച്ഛനില്ല, അമ്മയില്ല. 5-6 വർഷം കൊണ്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടേണ്ട സാഹചര്യം. അതും ഒരേ പ്രതി തന്നെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ സർക്കാർ, അല്ലെങ്കിൽ പോലീസ് ഇതിന് നടപടി എടുക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ കുട്ടികൾ ചോദിക്കുന്നതും. ഇവരിപ്പോഴും ആരോപിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും വലിയ നാടിന് നടക്കുന്ന ഒരു കൊലപാതകം നടന്നു. ഇന്ന് എല്ലാവരും വന്നു, എല്ലാ നേതാക്കളും വന്നു. നേരത്തെ തന്നെ ഇപ്പോൾ BJP നേതാവ് C കൃഷ്ണകുമാർ എത്തി, MP ശ്രീകണ്ഠൻ MP എത്തി. പക്ഷേ അപ്പോഴും എല്ലാവരും വരുന്നുണ്ട്, കൂടെയുണ്ട്.